നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസിനെ കൈവയ്ക്കുന്നു, അവരും മനുഷ്യന്മാരാണ്. പ്രതിഷേധത്തിനിടെ പോലീസിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച SFI ക്രിമിനലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കും. സമരം ചെയ്യുന്നിടത്ത് ബ്ലേഡ് പോലുള്ളവ കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത മാതൃകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസുകാരുടെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിവേറ്റിരുന്നു. വനിതാ പോലീസുകാരുടെ ശരീരത്തിൽ വരെ മുറിവ്. ഈ വിഷയത്തിൽ കലിതുള്ളുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. പോലീസുകാരും മനുഷ്യരാണെന്ന് പോലീസ് മന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 10 വർഷം മുന്നേ വരെ പോലീസുകാർക്ക് അടിമ പണിയായിരുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോഴാണ് ഒരാളുണ്ടായതെന്ന് ചർച്ചകൾ നടക്കുന്നു. വിജയ കണ്ടു പഠിക്കതേ, ഇതാണ് ആഭ്യന്തരമന്ത്രിയെന്ന്. പോലീസിന്റെ കൈകൾ കെട്ടിയിട്ട് അവരുടെ പണിയെടുക്കാൻ അവരെ അനുവദിക്കാതെ CPMകാരുടെ അടിമകളാക്കി മാറ്റിയ 10 വർഷമാണ് കഴിഞ്ഞു പോയതെന്ന് ഇപ്പോൾ എല്ലാവരും വ്യക്തമാക്കുന്നു. കാരണം ഇപ്പോഴാണ് ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടായതെന്നും മറ്റാരും ആഭ്യന്തര വകുപ്പിന്റെ വളയം പിടിക്കാതെ രമേശ് ചെന്നിത്തല തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വളയം പിടിക്കുന്നതെന്നും പിണറായിയെ കുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെയും UDFന്റെയും സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് മറുപടി. കാരണം മുൻപ് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൺ P ശശിയുടെയും MR അജിത് കുമാറിന്റെയും ഒക്കെ കൈകളിലായിരുന്നല്ലോ. എന്നാൽ എൻ്റെ വകുപ്പ് ഞാൻ ഭരിച്ചുകൊള്ളാം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. RCക്ക് കൈയടിക്കട എന്ന് ഇപ്പോൾ വലിയ ആവേശമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി രമേശ് ചെന്നിത്തല കാണിച്ചു തരുന്ന മാതൃക കൂടിയാണ് നമ്മൾ കാണേണ്ടത്. കാരണം അദ്ദേഹം നിയമസഭയിലും പുറത്തും പോലീസുകാർക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് അതിനെ നേരിടുന്ന രീതി കൂടി നമ്മളൊന്ന് നോക്കണം. അതുമാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെതിരെ വിവാദങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെയാണ് ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഏറ്റവും വലിയ വിവാദ വിഷയം, അതായത് പ്രതിഷേധക്കാർക്ക് നേരെ ചെളിവെള്ളം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നല്ലോ. ഒരു കുപ്പിയിൽ വെള്ളവും കൊണ്ടുവന്ന് പിണറായി വിജയൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചെളിവെള്ളമാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചത് എന്നുള്ള വലിയ രോദനം മുഴക്കലായിരുന്നല്ലോ. എന്നാൽ ജലപീരങ്കിയിൽ നിന്ന് താഴെ നിലത്ത് വീണ് ചെളിയുമായി കിടന്ന വെള്ളമാണ് ഈ പറയുന്ന CPMകാർ കോരിക്കൊണ്ട് പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത് എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഇടപെട്ടത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് ചാടി എഴുന്നേറ്റിട്ട് ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ് എന്നൊന്നും പറയാൻ രമേശ് ചെന്നിത്തല നിന്നില്ല. കാരണം 10 വർഷം മുൻപേ വരെ നമ്മൾ ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഒരു കരിങ്കൊടി വരെ കാണിച്ചവനെ അവൻ്റെ തല തല്ലി പൊളിക്കുന്നതായിരുന്നല്ലോ നമ്മൾ കണ്ടത്. എന്നിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വിവാദം വന്നപ്പോൾ, ആഭ്യന്തര വകുപ്പിന് നേരെ പോലീസിന് നേരെ ഒരു ആരോപണം വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ്, അങ്ങനെ അങ്ങ് കണ്ടാൽ മതി എന്നുള്ള ധാർഷ്ട്യമല്ല പറഞ്ഞത്. പകരം അദ്ദേഹം ആ വിഷയത്തെ ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു. ആ വെള്ളം ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തും, ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തും എന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതാണ് മാതൃക. പക്ഷെ അതേസമയം പിണറായി വിജയൻ ആയിരുന്നു ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനം, പോലീസുകാർ ഇനിയിപ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ കൊണ്ടുവന്ന് ജലപീരങ്കിയിൽ നിറച്ച് നിങ്ങളുടെ നേർക്ക് അടിക്കണോ എന്നൊക്കെ വേണമെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞേനെ. പക്ഷെ അതൊന്നും പറയാൻ രമേശ് ചെന്നിത്തല നിന്നില്ല. അദ്ദേഹം ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി നിയമസഭയിൽ കൃത്യമായ മറുപടിയും കൊടുത്തു. ഇന്നിപ്പോൾ പോലീസുകാർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടന്നപ്പോഴും അദ്ദേഹം കൃത്യമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. പോലീസിനെ കൈവയ്ക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പോലീസും മനുഷ്യന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിണറായി വിജയന്റെ കാലത്ത് പോലീസുകാർക്ക് ഇങ്ങനെ ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നോ? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പിണറായി വിജയൻ മൈക്ക് കിട്ടുമ്പോൾ ഗീർവാണം അടിക്കുന്ന ഒരേ ഒരു കാര്യം പോലീസുകാരുടെ പക്ഷം നിന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്, ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ് കേരള പോലീസ് എന്നായിരുന്നു. പക്ഷേ ആ പോലീസുകാരെ ഒരു അടിമകളെ പോലെ കൊണ്ടു നടന്ന ചരിത്രവും കൂടിയാണ് 10 വർഷം നമുക്ക് പറയാനുള്ളത്. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് പോലും ഒരു വിലയും കാണിക്കാതെ പോലീസ് മന്ത്രി അവരെ അവഹേളിക്കുന്ന എത്രയോ സമീപനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ SFI DYFI പ്രതിഷേധം തന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പ്രതിഷേധം നടക്കുമ്പോൾ പോലീസുകാരെ അവരുടെ ലാത്തി പിടിച്ചു മേടിച്ച് പോലീസുകാരെ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ SFI ഗുണ്ടകൾ
കേരള സർവകലാശാലയിൽ വലിയ സമരം നടന്നപ്പോൾ അന്ന് ഈ പോലീസുകാരെ തിരിച്ചടിക്കുന്ന SFIക്കാരെ നമ്മൾ കണ്ടതായിരുന്നു. അന്ന് ഇവിടുത്തെ പോലീസ് മന്ത്രി ഒരക്ഷരം ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല. അന്ന് ഈ പോലീസുകാർക്ക് വേണ്ടി ഒരു അക്ഷരം സംസാരിക്കാനും പോലീസ് മന്ത്രിയെ കണ്ടില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർ അന്ന് നടന്ന ഒരു സംഭവം ഓർക്കണം. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരള സർവകലാശാലയിൽ നടന്ന വലിയ പ്രതിഷേധം, ചാൻസലർക്കെതിരെ സമരം നടന്നപ്പോൾ ഇരച്ചു കയറിയ SFI DYFIക്കാരെ തടയാൻ പോലും കഴിയാനാകാത്ത വിധം പോലീസിൽ നിന്ന് വിയർക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് തടയാൻ ഒരു കൂട്ടം പോലീസ് ഈ SFIക്കാർക്ക് നേരെ ചെല്ലുമ്പോൾ SFIക്കാർ പോലീസിന്റെ ലാത്തി പിടിച്ചു മേടിച്ച് അവരെ തല്ലിച്ചതയ്ക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ പോലീസുകാരെ തല്ലിയ ഈ SFI ഗുണ്ടകളെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഓടിയെത്തി അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു 10 വർഷക്കാലം നമ്മൾ കണ്ടത്. മറ്റൊരു കാര്യം, ഈ PP ദിവ്യയെ പോലെ ഉള്ളവർക്ക് മുന്നിൽ തലയും കുനിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരെയും നമ്മൾ കണ്ടല്ലോ. അതായത് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ പോലീസുകാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, പാർട്ടി ആഫീസിൽ നിന്ന് ഉത്തരവ് കൊടുക്കുന്നില്ല. അങ്ങനെ എത്രയോ തവണ കോടതികളിൽ പോയി തലയും കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പോലീസുകാർക്ക്. ഇതുകൂടാതെ PP ദിവ്യയ്ക്ക് സുരക്ഷ കൊടുക്കാനും PP ദിവ്യ ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് PP ദിവ്യയ്ക്ക് കാവലിരിക്കാനും നിൽക്കുന്ന പോലീസുകാരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു ഡിഗ്നിറ്റിയും ഇല്ലാതെ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് ചിലപ്പോൾ ഒരുപക്ഷെ പുച്ഛം വരെ തോന്നുന്ന പോലീസുകാരുണ്ടായിരുന്നിരിക്കാം ആ കാലത്ത്. അവിടെ നിന്നാണ് ഇപ്പോൾ അവർക്ക് ഒരു പുതു ഊർജം കിട്ടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അങ്ങനെ തന്നെ ആ വാക്ക് പ്രയോഗിക്കണം. കാരണം ഇന്നിപ്പോൾ അവർ MR അജിത് കുമാറിനെ പോലെയുള്ള പോലീസുകാർക്കെതിരെ മൊഴി കൊടുക്കാൻ വരെ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വസ്തുത. പക്ഷേ പിണറായി വിജയനായിരുന്നു ഇപ്പോഴും ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന പോലീസുകാർ MR അജിത് കുമാറിനെതിരെയൊക്കെ സംസാരിക്കാൻ ഇപ്പോഴും ഭയക്കുമായിരുന്നു. എന്നാൽ ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ MR അജിത് കുമാർ കേസ് ഡയറി തിരുത്തിയ വിവരം ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ, ഷൗക്കത്ത് അലി MR അജിത് കുമാറിന്റെ പേരുൾപ്പെടെ റിപ്പോർട്ടിൽ എഴുതി ചേർക്കുമ്പോൾ പോലീസുകാർ MR അജിത് കുമാറിനെതിരെ മൊഴി കൊടുക്കാൻ വരെ തയ്യാറാകുന്നു, താഴെ തട്ടിലുള്ള പോലീസുകാർ വരെ. പക്ഷേ മുൻപായിരുന്നെങ്കിൽ അവർക്കൊക്കെ MR അജിത് കുമാറിനെയൊക്കെ ഒരു ഭയമായിരുന്നു. പോലീസിൽ ഇപ്പോഴും CPMന്റെ ഒരു കൂട്ടം ശിങ്കിടികൾ ഉണ്ടല്ലോ. അവർ ഇതുപോലെ അവരായിരുന്നു 10 വർഷക്കാലം ഭരണം. പോലീസ് മേധാവി ഇവിടെ പേരിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. MR അജിത് കുമാറും മറ്റു കുറച്ചധികം ശിങ്കിടികളുമായിരുന്നു ഇവിടെ ഭരണം കൈയാളിയിരുന്നത്. എത്രയോ പോലീസുകാർ ഈ സിസ്റ്റത്തിനെതിരെ, സേനയിലെ വിഴുപ്പലക്കലിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ പുറത്തേക്ക് പോവുകയാണ് വന്നത്. അവരെ വേട്ടയാടപ്പെടുകയായിരുന്നു. ചില പോലീസുകാർക്കെതിരെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട എത്രയോ പോലീസുകാരുണ്ട് ഇവിടെ. പിണറായി വിജയൻ ഉൾപ്പെടെ കത്ത് കൊടുത്തു പോലീസിലെ ഗുണ്ട പോലീസുകാർക്കെതിരെ. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കൈമടക്ക് വാങ്ങുന്ന, അനധികൃത സ്വത്ത് സമ്പാദനമുള്ള, പോലീസിന് മുൻപിൽ പരാതി പറയാനെത്തുന്ന സ്ത്രീകളെ വരെ അപമാനിക്കുന്ന, ഈ പറയുന്ന ലൈംഗിക അതിക്രമ കേസുകളിൽ ഉൾപ്പെടെപ്പെട്ട പോലീസുകാർക്കെതിരെ എത്രയോ പരാതികൾ സേനയിൽ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ്. അന്നൊക്കെ പിണറായി വിജയന്റെ 10 വർഷ ഭരണകാലത്ത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നോ? പക്ഷേ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ശുദ്ധികലശം തന്നെ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും ഓശാന പാടാൻ പോലീസുകാർ നിൽക്കണ്ട എന്നുള്ള നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു. എന്തായാലും ഇന്ന് പോലീസുകാർക്ക് വേണ്ടി പോലീസ് മന്ത്രി സംസാരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി, യഥാർത്ഥ ആഭ്യന്തരമന്ത്രി ഇതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുകയാണ്. ഈ വിഷയത്തിൽ, അതായത് പോലീസിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച SFIയുടെ നിലപാടിനെതിരെ, ആ നടപടിക്കെതിരെ കടുത്ത ദേഷ്യത്തിലാണ്, അമർഷത്തിലാണ് രമേശ് ചെന്നിത്തല. പോലീസിന് ലാത്തിയും തോക്കും ഒക്കെയുണ്ട്, അതുകൊണ്ട് ബ്ലേഡിന്റെ ആവശ്യം അവർക്കില്ല എന്ന് നല്ല ഒന്നാന്തരം മറുപടി SFIക്ക് രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വിഷയം അങ്ങ് ഉൾട്ടയാക്കാൻ ഈ SFIക്കാർ ശ്രമിച്ചിരുന്നു. പോലീസിന്റെ കയ്യിലാണ് ബ്ലേഡ് ഉണ്ടായിരുന്നതെന്ന്. അതിനുള്ള മറുപടിയാണ് രമേശ് ചെന്നിത്തല കൊടുത്തത്. പോലീസിന് ലാത്തിയുണ്ട്, തോക്കുമുണ്ട്, പിന്നെ എന്തിനാണ് ബ്ലേഡ് എന്ന്? അതിൻ്റെ ആവശ്യമില്ല. ബ്ലേഡ് കൊണ്ടുവരുന്ന സമര രീതി അംഗീകരിക്കാൻ പറ്റില്ല. ബ്ലേഡ് കൊണ്ടുവന്ന് പോലീസുകാരെ വരയുക, ഇതൊരു പുതിയ രീതിയാണ്. പോലീസുകാരും മനുഷ്യരാണ്. ബ്ലേഡ് കൊണ്ടുവന്നവരെ പിടികൂടുക തന്നെ ചെയ്യും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. ബ്ലേഡ് കൊണ്ടുവന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അതിലൊരു സംശയവും വേണ്ട എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ SFI പ്രവർത്തകർ ബ്ലേഡ് കരുതിയിരുന്നു എന്ന ആരോപണം ശരിവെക്കുകയാണ് പോലീസും. മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് തങ്ങളല്ല എന്നും പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച തിരക്കഥയാണെന്നുമുള്ള SFIയുടെയും CPM നേതാക്കളുടെയും വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് പോലീസ് ദൃശ്യങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്നത്.
മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെ തിരിച്ചറിഞ്ഞതായും ഇയാൾക്കെതിരെ നേതാക്കൾക്കെതിരെയും കേസെടുത്തതായും പോലീസ് സ്ഥിരീകരിച്ചു. SFI സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ SFI പ്രവർത്തകർ ബ്ലേഡ് ഉപയോഗിച്ച് ബാരിക്കേഡ് കെട്ടിയിരുന്ന കയറുകൾ അറുത്തുമാറ്റിയെന്ന് FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പൊതുമുതലായ കയർ അറുത്തതിലൂടെ 10,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് FIRൽ പറയുന്നു. സഹകരണ വിദ്യാഭ്യാസ മേഖലയിലെ ഫീസ് വർധനവിനെതിരായ SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മാർച്ചിനിടെ പോലീസിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തുവെന്നും FIRൽ ചൂണ്ടിക്കാട്ടുന്നു. ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരാമടാ നിന്നെയൊക്കെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുവെന്നും FIRൽ പറയുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു എന്നാണ് FIRലുള്ള പരാമർശം. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവരുൾപ്പെടെ 10 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ലഹളയുണ്ടാക്കൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കന്റോൺമെന്റ് SHO ശ്രീകുമാർ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് സമരത്തിനിടെ പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട്. സമരത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെ കേസിന് പുതിയ മാനമാണ് കൈവന്നിരിക്കുന്നത്. നേരത്തെ ബ്ലേഡ് കണ്ടെത്തിയപ്പോൾ പോലീസ് തന്നെ ഇത് കൊണ്ടുവന്നു എന്നായിരുന്നു SFI നേതൃത്വത്തിന്റെ ആരോപണം. സമരക്കാർക്ക് നേരെ പോലീസ് മനഃപൂർവ്വം ആക്രമണം അഴിച്ചുവിട്ടുവെന്നും വിദ്യാർത്ഥികളുടെ തലയ്ക്ക് ലാത്തി കൊണ്ടടിച്ചെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആരോപിച്ചു. സമരത്തെ അടിച്ചമർത്താൻ ആഭ്യന്തര വകുപ്പ് പുതിയ തന്ത്രങ്ങൾ മെനയുകയാണെന്നും ശിവപ്രസാദ് പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങളെ പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ദൃശ്യങ്ങളിലൂടെയും തെളിവുകളിലൂടെയും SFIയുടെ വാദങ്ങൾ പൊളിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സമരക്കാർ ബ്ലേഡ് കരുതിയെന്ന ആരോപണം അന്വേഷിക്കണമെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് SFI DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും SFI ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിനെതിരെ SFIയും SFIക്കെതിരെ പോലീസും ഒരേ സമയം രംഗത്ത് വന്നത് സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. തെളിവുകൾ വ്യക്തമായ സാഹചര്യത്തിൽ SFI നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിയമ നടപടികൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏതായാലും സമരത്തിനിടെയുണ്ടായ ബ്ലേഡ് വിവാദം SFIയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. SFIക്കാരുടെ ആയുധങ്ങൾ ഇതൊക്കെയാണല്ലോ. കാരണം യൂണിവേഴ്സിറ്റിയിൽ സമരം നടക്കുമ്പോൾ പോലും കല്ലും കുപ്പിയും ഒക്കെ വലിച്ചെറിയുകയാണ്. KSUക്കാരും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും കുപ്പിച്ചില്ലും ഒക്കെയാണ് ഇവർ വലിച്ചെറിയുന്നത്. ബിയർ കുപ്പിയൊക്കെ എടുത്ത് എറിയുന്ന സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ SFIക്കാരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ബ്ലേഡും ഒക്കെ അവരുടെ ഒരു സമര രീതിയുടെ ഭാഗമാണ്. മുൻപൊക്കെ SFIയുടെ സമരത്തിന് ഒരു മാന്യതയും മര്യാദയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം അതിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ടാണ് സമരമുറ പുറത്തെടുത്തിരിക്കുന്നത്. ഇതായിരിക്കും ഇവർ പറഞ്ഞത്, ഭരണപക്ഷത്തുള്ള ഞങ്ങളെയല്ല പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് ഭയക്കേണ്ടതെന്ന്. എന്ത് ബ്ലേഡും കൊണ്ടുവന്ന് പോലീസുകാരുടെ നെഞ്ചത്ത് വരയുന്നത് ഒന്നാന്തര സമര രീതിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.